അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏവർക്കും ഖുർആൻ വസന്തം എന്ന ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായമായ സൂറത്തു നിസായിലെ 72 വരെയുള്ള ആയത്തുകളായിരുന്നു. അവസാനം നാം പറഞ്ഞു നിർത്തിയത് തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ, അതായത് യുദ്ധത്തിന് പുറപ്പെടാതെ മടിച്ചു നിൽക്കുന്ന ചിലരുണ്ട്. നിങ്ങൾക്ക് വല്ല വിപത്തും പരാജയമോ നാശനഷ്ടമോ ബാധിക്കുകയാണെങ്കിൽ അവൻ പറയും, ഞാൻ അവരുടെ കൂടെ ഹാജരാകാതിരുന്നതിനാൽ അള്ളാഹു എനിക്ക് വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നു എന്ന്. അതായത് മദീനയിലെ കപടവിശ്വാസികളെ കുറിച്ചാണ് ഈ വചനം. മുസ്ലിങ്ങൾ ഏതെങ്കിലും യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ഇവർ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കും. മുസ്ലിങ്ങൾക്ക് വല്ല പരാജയമോ നാശനഷ്ടമോ ഉണ്ടായാൽ തങ്ങൾ അതിൽ പോകാത്തത് ഭാഗ്യമായി എന്ന് കരുതി അവർ അള്ളാഹുവിനെ സ്തുതിക്കുന്നതായി ഭാവിക്കും. ഭൗതികമായ സുരക്ഷിതത്വം മാത്രമാണ് അവരുടെ ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് 73-ാമത്തെ ആയത്താണ് മനസ്സിലാക്കാനുള്ളത്. ആദ്യം നമുക്കതൊന്ന് കേട്ടു നോക്കാം. يا ليتني كنت معهم فأفوز فوزا عظيما. അപ്പോൾ എന്താണ് 73-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞു തരുന്നത്? എന്നാൽ അല്ലാഹുവിങ്കൽ നിന്നുള്ള വല്ല അനുഗ്രഹവും വിജയവും യുദ്ധമുതലുകളും നിങ്ങൾക്ക് വന്നെത്തിയാൽ നിങ്ങൾക്കും അവർക്കുമിടയിൽ യാതൊരു സ്നേഹബന്ധവും ഉണ്ടായിരുന്നില്ലാത്തതുപോലെ അവൻ പറയും, ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എങ്കിൽ എനിക്കും വലിയൊരു നേട്ടം കൊയ്യാമായിരുന്നു. കൂടുതൽ വിശദീകരിക്കുകയാണ്. മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിൽ വിജയവും വലിയ തോതിൽ യുദ്ധമുതലുകളും, അതായത് ഗനീമത്ത് ലഭിച്ചാൽ ഈ മുനാഫിക്കുകളുടെ മനോഭാവം മാറും. പരലോക പുണ്യമോ ഇസ്ലാമിന്റെ വിജയമോ അല്ല, മറിച്ച് ഭൗതികമായ നേട്ടങ്ങൾ നഷ്ടപ്പെട്ടതിലുള്ള ഖേദമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ഞാനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ആ സമ്പത്ത് കിട്ടുമായിരുന്നു എന്ന അവരുടെ ആർത്തിയാണ് ഇവിടെ അല്ലാഹു തആല നമുക്ക് വ്യക്തമാക്കി തരുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, ഇനി നമുക്ക് 84-ാമത്തെ വചനത്തിലേക്കൊന്ന് പ്രവേശിക്കേണ്ടതുണ്ട്. എന്താണ് 84-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മോട് പറയുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. فليقاتل في سبيل الله الذين يشرون الحياة الدنيا بالآخرة ومن يقاتل في سبيل الله فيقتل أو يغلب فسوف نؤتيه أجرا عظيما. അപ്പോൾ സുഹൃത്തുക്കളെ, 74-ാമത്തെ ആയത്താണ് നാം ഇപ്പോൾ കേട്ടത്. എന്താണ് അല്ലാഹു തആല വ്യക്തമാക്കുന്നത്? അതിനാൽ പരലോകത്തിന് പകരം ഇഹലോക ജീവിതത്തെ വിറ്റഴിക്കുന്നവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആർ യുദ്ധം ചെയ്യുകയും അങ്ങനെ അവൻ കൊല്ലപ്പെടുകയും വിജയം വരിക്കുകയോ ചെയ്താൽ തീർച്ചയായും അവന് നാം മഹത്തായ പ്രതിഫലം നൽകുന്നതാണ്. കൂടുതൽ വിശദീകരിക്കുകയാണെങ്കിൽ യഥാർത്ഥ സത്യവിശ്വാസികളുടെ ഗുണമാണ് ഈ സൂക്തത്തിൽ അല്ലാഹു തആല പറയുന്നത്. കപട വിശ്വാസികളെ പോലെ ഭൗതിക ലാഭമല്ല അവർ ആഗ്രഹിക്കുന്നത്. വിശ്വാസികളുടെ ലക്ഷ്യം അവർ പരലോകത്തെ ശാശ്വത വിജയത്തിന് വേണ്ടി ഇഹലോക സുഖങ്ങളെ ത്യാഗം ചെയ്യാൻ തയ്യാറുള്ളവരാണ്. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാലും, അതായത് ഷഹീദായാലും വിജയിച്ചാലും അവർക്ക് അള്ളാഹു വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നു എന്നാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അടുത്തതായി സുഹൃത്തുക്കളെ, 75-ാമത്തെ ആയത്ത് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് 75-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നത്? എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? നമുക്കൊന്ന് കേട്ടു നോക്കാം. وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا.
എന്താണ് അല്ലാഹു തആല 75-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞത്? അള്ളാഹുവിന്റെ മാർഗത്തിലും മർദ്ദിതരായ പുരുഷന്മാർ, അതായത് സ്ത്രീകള്, കുട്ടികള് എന്നിവർക്ക് വേണ്ടിയും നിങ്ങൾക്ക് എന്തുകൊണ്ട് യുദ്ധം ചെയ്തുകൂടാ? ഞങ്ങളുടെ രക്ഷിതാവേ, അക്രമികൾക്കുന്ന ആളുകൾ വസിക്കുന്ന ഈ നാട്ടിൽ മക്കയിൽ നിന്ന് ഞങ്ങളെ നീ പുറത്തു പോകണമേ. നിന്റെ പക്കൽ നിന്ന് ഞങ്ങൾക്കൊരു രക്ഷാധികാരിയെയും ഒരു സഹായിയെയും ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണവർ. കൂടുതൽ വിശദീകരിക്കുകയാണെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സമയത്ത് കടുത്ത ദാരിദ്ര്യവും രോഗങ്ങളും ശാരീരിക അശക്തിയും കാരണം മക്കയിൽ തന്നെ തുടരേണ്ടി വന്ന പാവപ്പെട്ട നിരവധി മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. ഇവരെ മക്കയിലെ കാഫിറുകൾ ക്രൂരമായി മർദ്ദിക്കുകയും മദീനയിലേക്ക് പോകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്തു. ആ മർദ്ദിതരായ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും രക്ഷക്കായി അള്ളാഹുവിനോട് നിലവിളിച്ചു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടാണ് ഈ സൂക്തം അല്ലാഹു തആല ഇറക്കിയത്. അതായത് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, കൂടുതൽ വിശദീകരിക്കുകയാണെങ്കിൽ, സാമൂഹിക നീതിയും കാരുണ്യവും, മർദ്ദിതരുടെ പ്രാർത്ഥന, വിശ്വാസത്തിന്റെ പരീക്ഷണം, ഈ 3 കാര്യങ്ങളാണ് ഈ 3 ആയത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഒന്നാമത്തത് സാമൂഹിക നീതിയും കാരുണ്യവും. മർദ്ദിതരെ രക്ഷിക്കുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. സ്വന്തം സുരക്ഷിതത്വം മാത്രം നോക്കി വീട്ടിലിരിക്കാൻ വിശ്വാസിക്ക് കഴിയില്ല. അതുപോലെ തന്നെ മർദ്ദിതരുടെ പ്രാർത്ഥനയെക്കുറിച്ച്, അക്രമികളുടെ നാട്ടിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ പാവങ്ങൾ അള്ളാഹുവോട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ അവരെ സഹായിക്കാൻ സൈനികമായി ഇടപെടാൻ അള്ളാഹു മദീനയിലെ മുസ്ലിങ്ങളോട് കൽപ്പിക്കുകയാണ്. അടുത്തത് വിശ്വാസത്തിന്റെ പരീക്ഷണമാണ്. സ്വാർത്ഥരായ കപട വിശ്വാസികളും മറ്റുള്ളവരുടെ വേദന സ്വന്തം വേദനയായി കാണുന്ന യഥാർത്ഥ വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം ഈ 4 ആയത്തുകളിലൂടെ അള്ളാഹു തആല നമുക്ക് വ്യക്തമാക്കി തരികയാണ് ചെയ്യുന്നത്. അള്ളാഹു തആല ഈ ആയത്തുകളൊക്കെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.